ദിനേശ് കുമാർ ത്രിപാഠി പുതിയ നാവികസേനാ മേധാവി അഡ്മിറൽ ആർ ഹരികുമാർ എന്നിവർ വിരമിക്കുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ മേധാവി ചുമതലയേറ്റത്. നാവികസേനയുടെ 26ാമത് മേധാവിയാണ് ദിനേശ് കുമാർ ത്രിപാഠി. ഇവരുമായി ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, നാവികസേനയുടെ 26ാമത് മേധാവിയായിട്ടാണ് ദിനേശ് കുമാർ ത്രിപാഠി ചുമതലയേറ്റെടുത്തിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? മലയാളിയായ അഡ്മിറൽ ആർ ഹരികുമാറിന്റെ നാവികസേന മേധാവിയായുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നാവികസേനയിലെ പ്രവർത്തന കാലാവധി ഇന്നാണ് അവസാനിക്കുന്നത്. ഏപ്രിൽ മാസം 30-ാം തീയതി അദ്ദേഹം വിരമിക്കുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ നാവികസേന മേധാവിയെ സർക്കാർ നിയമിച്ചിരിക്കുന്നത്. ദിനേശ് കുമാർ ത്രിപാഠിയാണ്. 1980-ൽ അദ്ദേഹം നാവികസേനയുടെ ഭാഗമായി. പിന്നീട് വിവിധ കമാൻഡുകളുടെ ചുമതല വഹിച്ച് നിലവിൽ വൈസ് അഡ്മിറലായി സേവനം അനുഷ്ഠിക്കുന്ന ഈ ഘട്ടത്തിലാണ് നാവികസേനയുടെ പുതിയ മേധാവി എന്ന നിർണായകമായ ചുമതലയിലേക്ക് ഇപ്പോൾ ദിനേശ് കുമാർ ത്രിപാഠി എത്തുന്നത്. ഇന്നിപ്പോൾ രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹം നാവികസേനയുടെ 26ാമത് മേധാവിയായി ചുമതല ഏറ്റിരിക്കുന്നു. ഇന്ന് വിരമിക്കുന്ന അഡ്മിറൽ ആർ ഹരികുമാർ അദ്ദേഹം ഇന്ന് രാവിലെ യുദ്ധ സ്മാരകത്തിൽ ഉൾപ്പെടെ എത്തി പുഷ്പാർച്ചനയും മറ്റും നടത്തി. അതിനുശേഷം ഇന്ന് വിരമിച്ചു. ഈ പശ്ചാത്തലത്തിലാണ് പുതിയ മേധാവി നാവികസേനയെ തേടിയെത്തുന്നത്. സുരേഷ്.